അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് 50 കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ള കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ. അതായിക്കോട്ടെ, പുറയിലേക്ക് കൂടി പോട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന്. ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പം സ്വർണ്ണക്കൊള്ള നടത്തിയത് മറയ്ക്കാൻ പറ്റുമോ? അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവർ. കാരണം അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ്. അവരെ സംരക്ഷിക്കുകയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും CPM-ഉം ഇപ്പോൾ ഏതു വിധേനയും അതിൽ നിന്ന് തടിയൂരുവാൻ വേണ്ടി ഈ വിഷയത്തിൽ ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാരായ ആളുകൾക്കും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ശബരിമലയിൽ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊടുത്തത്. ശബരിമലയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി പ്രയാർ ഗോപാലകൃഷ്ണൻ വരുന്നത്. UDF-ന്റെ ഭരണകാലത്താണ്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM-ന് മാത്രമല്ല കോൺഗ്രസിനും പങ്കുണ്ട് എന്ന തരത്തിൽ അക്കാലം മുതലുള്ള ശബരിമല ദേവസ്വത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾ അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ശാഠ്യം. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തിന് 2017 അവിടെ പുതിയ സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നത്? അതിന് മുൻപായി കൊണ്ട് തന്നെയുള്ള ഏതാണ്ട് 50 വർഷം മുൻപേ മുതലുള്ള ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ദേവസ്വം ബോർഡിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ ശബരിമലയിൽ എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ അതെല്ലാം അന്വേഷിക്കട്ടെ. എന്തിന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് നടന്ന വാജിവാഹനത്തെക്കുറിച്ച് മാത്രം അന്വേഷിക്കണം എന്നിവർ നിർബന്ധം പിടിക്കുന്നു? എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. ഇനി ഏത് കാലത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാലും ഇപ്പോൾ 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന, അവിടെ നിന്ന് ഇങ്ങോട്ട് 2025 വരെ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഇല്ലാതാകുന്നില്ലല്ലോ. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയും ആ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുമല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും CPM-ന്റെ സമുന്നത നേതാക്കളല്ലേ? CPM-ന്റെ MLA ഇല്ലേ? CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ? CPM-ന്റെ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ? CPM-ന്റെ ദേവസ്വം കമ്മീഷണർ ഉണ്ടായിരുന്നില്ലേ? ഇവരെ ആരെയും തള്ളിപ്പറയാൻ ഇന്ന് വരെ CPM തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? CPM-ന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. എന്നിട്ടും CPM പറയുന്നു CPM-ന് ഇതിന് യാതൊരു തരത്തിലും പങ്കില്ല. അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ആളുകൾ CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ്. അവരെ തള്ളിപ്പറയാൻ പോലും പിണറായി വിജയനോ CPM-ഓ ഗോവിന്ദൻ മാസ്റ്ററോ തയ്യാറാവത്തിടത്തോളം കാലം പിന്നെ എന്ത് തരത്തിലുള്ള നൈതികതയാണ് ഇവർക്ക് പറയാനുള്ളത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇവർ നാണം കെട്ട് നാറി നിൽക്കുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് അത്രയും മുച്ചൂടും മുടിച്ച് കട്ടുമുടിച്ചിരിക്കുന്നു. എന്നിട്ടും ന്യായീകരിക്കുവാൻ വേണ്ടി ഓരോരോ കള്ളക്കേസുകൾ പറഞ്ഞുകൊണ്ടുവരുന്നു. അന്വേഷിക്കട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപം കൊണ്ട കാലം മുതൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും അന്വേഷിക്കട്ടെ. അതിൽ തെറ്റുകാരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ UDF-കാരോ കോൺഗ്രസ്സുകാരോ ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ അപ്പോഴും ശബരിമലയിൽ 2018-19 കാലം മുതൽ 2025 മുതൽ നടന്നിട്ടുള്ള സ്വർണ്ണ കവർച്ചയും നാളിതുവരെ കാണാത്തുള്ള അതീവ കള്ളത്തരങ്ങളും കൊള്ളയും തീവെട്ടിക്കൊള്ളയും ഇല്ലാതാവുന്നില്ലല്ലോ. അതിന് ഉത്തരവാദിത്വം പറയാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത്. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പുറയിലേക്ക് കൂടി പോട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന്. ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പം സ്വർണ്ണക്കൊള്ള നടത്തിയത് മറയ്ക്കാൻ പറ്റുമോ? അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവർ. കാരണം അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ്. അവരെ സംരക്ഷിക്കുകയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ എന്ന്. 50 കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ള കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ. അതായിക്കോട്ടെ.